ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ടു ഓൾഡ് സ്കൂൾ ബോയ്സ്. ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു ഡിഷസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ തല കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടി. നെമ്മീൻ ചൂരയുടെ വിഴിഞ്ഞം, പിന്നെ ഇവിടെ പോയി പാളയം. അപ്പോഴ് ഇത് എങ്ങനെയാണ് കിട്ടിയ ആ ഒരു ജേണി ഉണ്ടല്ലോ, അത് സൂപ്പറാണ്. അത് നിങ്ങൾ പോയി കാണണം. പക്ഷെ ഇവിടെ ഒരുത്തൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്, അവന് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ കാണണം. അത് കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വരും. വിഴിഞ്ഞത്തെത്തി ഗൈസ്. നമ്മളിന്ന് മീൻ തല മേടിക്കാൻ വേണ്ടിട്ട് എനിക്കൊരു വിശ്വാസം ഉണ്ട് കിട്ടുമെന്ന്. പക്ഷെ കപ്പലൊക്കെ ഉണ്ട്, കപ്പലൊക്കെ ഫ്രഷ് കപ്പൽ കാണിച്ചോടും. ക്യാമറ ഇങ്ങനെ മുഖത്ത് നോക്കി സംസാരിച്ചോണ്ടിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് കപ്പൽ കാണിച്ചു. ഹായ് ഗൈസ്, പൊരിഞ്ഞ് പൊട്ടുന്ന ചൂടാണ്. ചൂട്. നമ്മള് മീൻ വാങ്ങാൻ വന്നത് ഇവിടെയാണ് മീൻ കിട്ടുന്നത്. ഇവിടെയാണ് മീൻ കിട്ടുന്നത്. നമ്മളെ അവർക്ക് ഹോളിഡേ ആണ്. എന്തായാലും പോർട്ട് മാത്രം. പോർട്ട് കാണിച്ചു വിടുതോ. ഇതാണ് ഗൈസ് വിഴിഞ്ഞം പോർട്ട്. നല്ല ഫ്രഷ് വെയിൽ. ടൂർ ഗൈഡ് വേണമെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, മറ്റേ മറ്റേ ബ്രസീലിലുള്ള അതേ ഇത്. ഓ, സൂം ചെയ്യണം. ഇത് ബ്രസീൽ കഴിഞ്ഞാൽ പിന്നെ വിഴിഞ്ഞത്തേ ഉള്ളൂ, വേറെ ഇടത്തില്ല. വേറെ കാണുമായിരിക്കും. പക്ഷെ ഇവിടെ വലുതാണ്. കാണിച്ചു ഇവിടെ വലുതാണ്. പക്ഷെ ഇവിടെ ഇവിടത്തെ വ്യൂ ഒരു ചെറുത് പോലെ തോന്നണം, പക്ഷെ നല്ല വലുതാണ്. അവിടുന്ന് വലുതായി കാണിച്ചു തരാം. നമ്മൾ അവിടെ ഇവർക്ക് വേണ്ടി വേണമെങ്കിൽ നമ്മൾ അതുവരെ പോവും. സബ്സ്ക്രൈബേഴ്സിന് അത് കാണണമെന്ന്. നമുക്കല്ല, സബ്സ്ക്രൈബേഴ്സിന്. അയ്യോ, എനിക്ക് വഴി അറിയില്ല കേട്ടോ. എനിക്കറിയാം, അവനറിയാം. നീ വഴി കാണിച്ചെന്നാ ഇവിടെ എത്തിയത്. പോവാടാ, നീ ഇപ്പൊ അടുത്തടുത്ത് നോക്കാം. അല്ലെങ്കിൽ നല്ല ലൊക്കേഷൻ അല്ലേ? നല്ല ലൊക്കേഷൻ ഗൈസ്. പക്ഷെ ഉച്ചക്കാരും വരരുത്, നല്ല വെയിലാണ്. നല്ല വെയിലാണ്. ഞായറാഴ്ച ഒരിക്കലും വരരുത്. ഞായറാഴ്ച രാവിലെ വരരുത്, വൈകുന്നേരം വന്നാൽ ചിലപ്പോൾ കിട്ടും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പാളയം മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇന്ന് വലിയൊരു മീൻ കിട്ടുമെന്നാണ് നമ്മളുടെ മനസ്സ് പറയുന്നത്. ഗൈസ്, പാളയം മാർക്കറ്റ് അറിഞ്ഞൂടാത്തവർക്ക് ഇതാണ് നമ്മുടെ പാളയം മാർക്കറ്റ്. തലയുണ്ട്. തലയല്ല, നടുക്കത്തെ കഷ്ടമാണ്. സോറി ഗൈസ്. നന്നായി, നീ വന്ന നന്നായി. തല നേരത്തെ പോയി നോക്ക് ഗൈസ്. ഇതിന്റെ തല ഉണ്ടായിരുന്നെങ്കിൽ എത്ര രൂപ? ഇതെത്ര? 500 rupees. നമ്മള് പ്രൊമോഷൻ തരുമോ? ഈ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ ഇവിടെ കുറെ തലകൾ പോകും. നമ്മള് ലോ ബഡ്ജറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരും. നമ്മൾ ആദ്യത്തെ ഫുഡ് പ്രൊമോഷനാണ്. പ്രൊമോട്ട് ചെയ്യാം. അമ്മച്ചിയുടെ തന്നെ പ്രൊമോഷൻ വാങ്ങിക്കാൻ പറ്റിയ ഫുള്ളായിട്ട് വേണം. പക്ഷെ മാംസമൊന്നും കളയല്ലേ. കുളിപ്പിച്ചെടുത്തു. അയ്യോ, കുറച്ച് നീങ്ങിയെന്നു. സാറ്റുറ്ററി വാണിംഗ് തരായിരുന്നു. ഇവിടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വരികയാണെങ്കിൽ ഇത് കൊടുക്കണം അല്ലേ? ഓഫർ, കൂപ്പൺ കോഡ് എന്തോന്ന് കൊടുക്കും? കോഡ് പറ. ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഓട്. ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കൊടുക്കാം. എന്തോ അപ്പൊ കോഡ് ഓൾഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് കൊടുക്കും? 100 മീനും വാങ്ങിച്ചിട്ട് വാ. എടാ, നീ ഒന്ന് ഷൂട്ട് ചെയ്യോ? വെട്ടുകൂലി ഒന്നും തരണ്ട, വെട്ടുകൂലി ഫ്രീ. അത് ഫ്രീ ആയിരിക്കും. 100 രൂപയ്ക്ക് ചോദിച്ചിട്ട് 100 രൂപ കുറയ്ക്കാൻ പറഞ്ഞാൽ വെട്ടുകൂലി ഫ്രീ.
ആശുപത്രി ചെലവ് നിങ്ങൾ നോക്കണം. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ നീ എവിടെ ദേവി വെട്ട് അടുത്ത ആഴ്ച മീൻ കൂടുതൽ എടുത്ത് വെക്കണം. ഇത് കാണുമ്പോൾ കുറെ ആൾക്കാർ വരും. ബിനുവിന് ഏക്കുണ്ട്. അവന് കുറച്ച് കൊഞ്ചിയിലുള്ളത്. ബിനുവിന് കുറച്ച് കൊഞ്ച് കാണുമോ? ഡിസ്കൗണ്ട് ഒന്നുമില്ല. ഭയങ്കര പോകണം. ഞാൻ എന്റെ തലയിൽ എനിക്കറിയാം കേട്ടോ. ഉമ്മാരാണ് ഓണർ, ഞാൻ ക്യാമറാമാൻ. നിനക്കറിയാമോ വിഘ്നേഷ്? എന്തായാലും എടുത്തല്ലേ ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ടുപോയ ഇങ്ങനെയുള്ളവരെ കൊണ്ട് മാർക്കറ്റിൽ പൊതുവെ പോകരുത്. ഓടാ ഏരിയ ഉള്ളിടത്ത് കൊണ്ടുപോകണം. ഉച്ചക്ക് മരിച്ചിന് മീനെ തിന്നി എന്നിട്ട് അടുപ്പിൽ ചോറ് വെച്ച് വൈകിട്ട് ഉണ്ണി. അതല്ല ഐഡിയ. ഇവിടെ അരിയില്ലല്ലേ? അരി അപ്പുറത്തോണ്ട് നീ പേടിക്കണ്ട. തൂക്കം കൂടുതൽ വെച്ചിട്ടുണ്ട് കണ്ടല്ലേ? അങ്ങോട്ട് തൂക്കം 100 ഗ്രാം കൂടുതലുണ്ട്. ആരെ എടുക്കാൻ? അതല്ല ഇതില്ലേ കപ്പ എടുക്കാനാ? നമ്മൾ ആദ്യമായിട്ട് കപ്പ കാണുന്നത്. കപ്പ ഇത് തേങ്ങയല്ല. നല്ല പുളിപ്പുണ്ട്. അല്ല അത് മാങ്ങയ്ക്കാണ്. നാറ്റിക്കത് പിന്നെ മാങ്ങ എന്തിനടാ? മാങ്ങ തിന്നാൻ. ചോറ് വെക്കണോ? കപ്പയും മീനും കറിയും തിന്നാ പോരെ? മീൻചാറും ചോറും കൂടെ നല്ല രുചിയുണ്ട്. മാങ്ങയൊക്കെ കമ്പാവരി ആര് വേവിക്കും ഇതിന്റെ ഇടയിൽ? കുക്കറിൽ വേവിച്ചാ 8 വിസില്. അപ്പൊ ചോറ് ഈ വഴി കണ്ടാ അല്ലല്ലോ വരും വരും വരും. ഞാൻ എന്റെ മുഖം നോക്കിയിട്ടിരുന്ന എടാ ചാടി നോക്ക്, ചിലപ്പോ ഒരു കണ്ടന്റ് ആയാലോ. അതിന് ഇഷ്ടമല്ല ഇങ്ങോട്ട് എടാ ഓടിക്കോ ശ്രീകാന്ത്, അപ്പുറത്ത് കൊണ്ടടാ. ഈ പുല്ലിൽ വീഴൂ, പിന്നെ വീഴ്ത്തൂ. അതിന് ചെളി കൊടുത്തായി. സമയമില്ല ശ്രീകാന്ത്. നിന്റെ തോന്നലാണ്. അവനെ കിട്ടി, അവനെ ഇടിക്കാൻ ഓട്ടിച്ച്. വിനു തോട്ടല് പേടിത്തൂറികളാണ് ഇവരൊക്കെ. വിനു അറിയാന്നുള്ളതുകൊണ്ട് പറയണ റിസ്ക് എടുക്കല്ലേ? വിനു അറിയാന്നുള്ളതുകൊണ്ട് പറയണ റിസ്ക്. എടാ കെട്ട അവത്ത് വിട്ട് കഴിഞ്ഞാൽ ഓടും കേട്ടോ. വലിക്ക് വലി. ആ കയർ എക്സ്റ്റെൻഡ് വലിക്കണ്ട, അത് വരുന്നുണ്ട്. കുഴപ്പമില്ല. എടാ അതിന്റെ കയറിന്റെ റേഡിയസ് നിന്ന് മാറിക്കടാ. വിനുവിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വിനു കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. കയറിന്റെ റേഡിയസ് എടാ ചെറുതാക്കി കെട്ടറാ, ചെറുതാക്കി കെട്ടറാ. ഇടക്കേറി ഇടക്കേറി. എനിക്കൊരു പ്രതീക്ഷയില്ല. ശീലമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ ചെയ്ത്. ദാസന്റെ ധൈര്യം ചാടിക്കും. നാഗവല്ലി അതാണ് മനു. നല്ല ഇറങ്ങിക്കട്ടെ. എടാ 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 പേടിക്കണ, അത് പുല്ലടിക്കാൻ വന്നേ. വിനു തോടാണ് ബാക്കില് കൊടുത്തിട്ട് ഓടിക്കോ. നീയായിട്ട് കൂട്ടാണ്. നമ്മൾ വാങ്ങിച്ച ഈ മീൻതല കുറച്ച് വലുതായതുകൊണ്ട്, ഭയങ്കര വലുതായതുകൊണ്ട്, പാത്രം ചെറുതായതുപോലെ ഒരു ഫീൽ. നമ്മളെ ഉരുളി വലുതായിരുന്നു, പക്ഷെ ഇത് മീൻ അത്ര വലുതായതുകൊണ്ട് ഉരുളി ചെറുതായി പോയി. അപ്പൊ നമ്മളൊരു വലിയ ഉരുളി വാങ്ങാൻ വേണ്ടി പോവേണ്. അപ്പൊ അത് നോക്കുന്നു കൊതിയെ. അതെ അതെ കഴിക്കാൻ അപ്പോഴത്തേക്ക് നമ്മള് ഉരുളി വാങ്ങുന്ന സമയത്ത് അഖിൽദാസും ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഉരുളി അത് വേണ്ട, നിങ്ങൾക്ക് ഉരുളിയെ കുറിച്ച് അറിഞ്ഞൂടാ. ഉരുളിയെ കുറിച്ച് അറിഞ്ഞൂടാ. നമ്മള് പോയിട്ട് വേണം. അപ്പം നമുക്ക് കൊഞ്ച് വൃത്തിയാക്കാം. തല ഇങ്ങനെ എടുക്കുക, ഇവിടെ ഇടുക,
എന്നിട്ട് ഈ തോട് ഇങ്ങനെയല്ലടാ, വേദനിക്കും. അയ്യോ എടാ അങ്ങനെയല്ല, വിനാഗിരി ഉപ്പും കൂടി ഇട്ടോണം അത് ഇതാക്കി എടുക്കാൻ, എന്നാലേ സ്മെല്ല് പോകുള്ളൂ. ഇല്ലല്ല, ബൂംബാങ് പറഞ്ഞത് പച്ചക്ക് വെക്കണമെന്നാണ്. ഓ ഇത് പച്ചക്ക് ബൂംബാങ്ങിന്റെ അടുത്ത് പറ, ഈ സാധനം പച്ചക്ക് വെക്കും. ഇതിന് ഇതുണ്ട്, മറ്റേ വെള്ളെഴുത്ത് കണ്ട. ഓടില്ലല്ലോ കണ്ടടാ, നീ കുത്തിപ്പൊട്ടിക്കുന്ന പാവം. വെള്ള എഴുത്തല്ല, അത് ചെയ്യുമ്പോ പറഞ്ഞതാണ് വെള്ള കളർ. വായിന്റെ അകത്തൊന്ന് നല്ലതായിട്ട് തന്നെ തേച്ചുരയ്ക്കണം, പറ്റാവുന്നത്ര തേച്ചുരയ്ക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തേച്ചുരയ്ക്കൂ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവര് ശരിക്കും ഉണക്കമീനാണ് ഉണ്ടാക്കുന്നത്. കഴുകി എടുക്കണോന്നല്ലേ വിഘ്നേഷ് പറഞ്ഞു. വിഘ്നേഷിന്റെ ഓർഡർ. ഇത് കഴിഞ്ഞിട്ട് വിനാഗിരി കൂടെ ഇടണം. ഓ ഏറ്റവും അപ്പൊ ഇത് ഉപ്പിലിട്ട്, തല ഉപ്പിലിട്ട്. ഇത് വൃത്തിയായി, ഇത് മിക്കവാറും ഒരു തല മിക്കവാറും അസഡിക്കാവും കേട്ടോ ഇത് ഇവിടെ തല പോകും. നല്ലോണം ഒഴിയടാ, നല്ലോണം ഒഴിച്ച് കഴിവ്. കൊഞ്ചിന്റെ തല കളയണ്ട കേട്ടാ. തലക്കറി 500. എടാ എന്റെ പറയിലൊക്കെ വീണോണ്ടാ അതൊക്കെ. നമ്മള് വാങ്ങിച്ചു. മറ്റേ മറ്റേലുണ്ടല്ലോ കൊച്ചിൻ അനീഫ, എന്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കണം. ശ്രീകാന്തിന് ആ ഒരു ട്യൂണൊക്കെ ഇട്ട് കൊടുക്കുന്നേടാ കാര്യം. ഇനി നമുക്ക് വിഘ്നേഷ് കഴുകി വൃത്തിയാക്കി വെച്ച കൊഞ്ചിനെ മാരിനേറ്റ് മഞ്ഞപ്പൊടി. ഇത് അതെടുത്തോടെ ആ പാട്ട് പാടിയത്, ഗാനം ആലപിച്ചത്. മൊഴിപ്പാട്ടെന്ന് പറഞ്ഞ ഇത്ര പ്രശ്നം. മഞ്ഞ പറ്റുന്നില്ലടാ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കേട്ടത്. ഇനി അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഈ തൊടുപുഴ ധ്യാനത്തിന് പോയിരുന്നത് നമ്മൾ പറഞ്ഞതാക്കി. അതെന്തോന്ന് മുളക് പൊടിയാ? മുളക് പൊടി. എന്നിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ കട്ട് ചെയ്യൂ. നാരങ്ങ കട്ടർ സ്പെഷ്യലിസ്റ്റ്. കുറച്ച് കുരുമുളക് ഇടും. നാരങ്ങ ഞെക്കിയുണ്ടല്ലോ നമ്മൾ, അതൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ഞെക്കിയിട്ടാ അത് ഉദ്ഘാടനം ചെയ്യാം. സ്പോൺസർ അവിടെ അതോടെ പോയി, സ്പോൺസറിന് മുന്നേ പോയാ അടുത്താണ്. സ്പോൺസർ അല്ല ഞാനല്ല, ഞാൻ അത് വിനുവാണ് സ്പോൺസർ. ഇങ്ങനെയാണല്ലോ. അരമുറി നാരങ്ങ ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ മാറ്റി വെക്കാം. നിങ്ങൾ പിഴിഞ്ഞില്ലേ അത്? പിഴിഞ്ഞില്ല. നീ പിന്നെ എന്തിനാ ഇത് കൊണ്ട് പോയത്? നീ ഞെക്കിയില്ലേ? അപ്പം അതെങ്കിലും ഒന്ന് ചെയ്യടാ, ഞെക്കെങ്കിലും ഒന്ന് ചെയ്യടാ. സെറ്റായ ഇതിനി എത്ര നേരം? അരമണിക്കൂർ. ഓക്കെ, അടച്ചു വെച്ചു. ആ സമയത്ത് നമുക്ക് കപ്പയും വേവിച്ചിട്ട് മീൻകറിയും തലക്കറിയും സെറ്റ് ചെയ്യും. ഞാൻ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയല്ലേ. ഞാൻ ഒരു കുപ്പിയിൽ വെള്ളം ഒഴിക്കാം. ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ, അങ്ങനെ തന്നെ ഞവിടി ആ കട്ടങ്ങ് കളയണം. ഭണ്ഡാരടുപ്പ് കത്തിച്ച് ഇനി നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാം കപ്പ. ഓക്കെ, പുഴുങ്ങട്ടെ. മീൻ തലയിലോട്ട് കിടക്കാം. അധ്വാനിക്കുന്ന ജനവിഭാഗം കണ്ടോ, നമ്മൾ എന്തെല്ലാം പണിയുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ? ഇനി തേങ്ങ തിരുവണം. വാഴയല്ല ഇങ്ങനെ ഒരു വാളും വെച്ച് നാട്ടുകാരെയും വെടി ഇങ്ങനെ ആൾക്കാരെയും പേടിപ്പിച്ച് ജീവിക്കുക. ഇതാണ് അവന്റെ ലക്ഷ്യം. കൊട്ടേഷനുകൾക്ക് ബന്ധപ്പെടുക. പോയി അരി കഴുകടാ. അരി ഇടാടാ. ഓക്കെ, ഇവർക്ക് കപ്പ പോരാത്തതുകൊണ്ട് കുറച്ച് ചോറും കൂടെ വെക്കുകയാണ്. നിനക്കും എനിക്ക് വേണ്ട, ഇപ്പൊ ഫുള്ള് നോൺ വെജ് ആണ് ഗൈസ്. എന്നെ ഒരു മൈൻഡ് ചെയ്യണില്ല. ഓക്കെ, നമുക്കൊരു 1.5-2 നാഴി അരി വേവിക്കാം. ഇത് ഇനി കഴുകി നമുക്കിനി വെക്കാം. ഓക്കെ, സെറ്റ്. വിഘ്നേഷ് ഇവിടെ കട തുടങ്ങിയിരിക്കുകയാണ്, നമുക്ക് വേണ്ടി സർബത്ത് കട. നമ്മളിവിടെ ജോലി ചെയ്തിരിക്കുമ്പോൾ വിഘ്നേഷ് സർബത്ത് ഉണ്ടാക്കി തരും. സ്റ്റോൾ കണ്ട പ്രൊഫഷണലാണ് 100%. എടാ ഇഞ്ചി ചിക്കൻ ഉണ്ട്. എടാ പേടിക്കാതെ എടുക്കണേ, കാരണം പൊള്ളിക്കഴിഞ്ഞ നമ്മൾ ഊറ്റാൻ പോവുകയാണ്. ചുമ്മാ പൊള്ളിക്കളഞ്ഞ സ്റ്റെയിനർ കൊണ്ടോ? വേണ്ട വേണ്ട, എനിക്ക് സ്റ്റെയിനർ വേണം. നീ എവിടെ പോണാ? ഇവിടെ ഊറ്റണം. എന്ത് ചെയ്യണം? ഇവിടെ വച്ചിട്ട് ഊറ്റിക്കളാ. ഇത് വയ്ക്കണോ? വേണ്ട, അവനറിയാം. നല്ല കൊഴുപ്പ് വേണ്ട, സൂപ്പ് കണക്ക് പോണണ്ട കിഴങ്ങ്. എടാ ഈ കിഴങ്ങ് പറഞ്ഞടാ. അല്ല അങ്ങനെ
എടാ ഒരുമാതിരി കിഴങ്ങ് വരണമെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരു തട്ടല് നല്ല ചൂടുണ്ട് കേട്ടോ. എടാ അവൻ അറിഞ്ഞൂടാ, അവൻ അറിഞ്ഞൂടാ. അയ്യോ അയ്യോ, അറിയാന്നുള്ള ആരെങ്കിലും വരണേ, എവനൊന്നും അറിഞ്ഞൂടെ. ഇനി അരപ്പിടാം. ഇനി നന്നായിട്ട് സൗണ്ട് ഒന്നും കേൾക്കാത്തത്. നീ ഇടുന്നുണ്ടല്ലോ, നീ കിടിയും കിടിയും ആക്കുന്നുണ്ടല്ലോ. അതിട്ട് പറ്റൂല, നിങ്ങൾ എടാ നീ ടെൻഷൻ ആകാതെ, ഫെയിൽ ആവൂല. എന്നാണല്ലോ എന്തായാലും ഫെയിൽ ആവാനാ. ഓണത്തിന്റെ ഇടയ്ക്ക് പൊട്ടി വെച്ചോളൂ. ഒന്ന് ഓണാക്കട, ചെറുതായിട്ടൊന്ന് തീർന്നു. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതൊന്ന് ചൂടാക്കി ഉടയ്ക്കാൻ പോകണം. ഇത് അപ്പൊ ഉടച്ചോളൂ, നമ്മളപ്പോ വെള്ളം കുടിച്ചിട്ട്. ഇതെന്താണ്? സർബത്ത് കടയിലാണ്. കണ്ടോ ആ ഒരു കട്ട് ചെയ്ത് ഷുഗർ നാടൻ ലുക്കിൽ ഇരിക്കുന്നു. ഷുഗർ കട്ടാണ്. പിച്ചാത്തിട്ട് ഷുഗർ കട്ട് ചെയ്യാം. എടുത്തോ, കുടിച്ചു. സൂപ്പർ സൂപ്പർ, അടിപൊളി. സൂപ്പർ കാര്യം. സൂപ്പർ ഓ ഗൈസ്, നമ്മളിനി തലക്കറി ഉണ്ടാക്കാൻ പ്രധാന വിഭവമായ തലക്കറി. അതിന് എണ്ണ ഒഴിക്കാൻ ശ്രീകാന്തിനെ ഇവിടെ ക്ഷണിക്കും. ശ്രീകാന്ത് എണ്ണ തേപ്പിൽ ഭയങ്കര. നമുക്ക് കുറച്ച് കടുകിടാം. കടുകൊന്നും ദഹിക്കൂല കേട്ടോ, അതെന്ത് എന്നാണ് പറയപ്പെടുന്നത്. ചവച്ചിരുന്ന തീക്കോടാ നോക്കാൻ പോണ കുറച്ചിട്ട് ഞാനല്ല കുറച്ച് ഉലുവ, കുറച്ച് മതി, കുറച്ചും കൂടി ഇട്ടോ. വലിയ തലയല്ലേ, കുറച്ചും കൂടി ഇട്ടല്ലോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കര കണ്ണിങ്ങ. കുറച്ചുകൂടി എണ്ണ വേണം അവിടെ. ഞാൻ ഒഴിക്കണോ? വേണ്ട. നിന്റെ കാലിലല്ലോ ഒഴിക്കണത്, പാത്രത്തിൽ. അമ്മാതിരി വർത്താനം. ഞാൻ എന്തോ എണ്ണ ഒഴിച്ചിട്ടില്ലാത്ത കുടുംബത്തിൽ നിന്നാ കണക്ക്. കണ്ടാ ഇത്തിരി ദരിദ്രം തോന്നുമെങ്കിൽ ഫാമിലിന്നല്ല എണ്ണ വേണ്ടുവോളമുള്ള കഴക്കൂട്ടത്തെ പേര് കേട്ട മതിയടാ. കുറച്ചുകൂടി തീ ഇടാ, തീ ഓഫായ പൊട്ടി. ഇനി നമുക്ക് ഇതിടാം, ഇല ഇടാം. നമുക്ക് കുറച്ച് ഇത് കറിവേപ്പില ഇത് കുറച്ച് ഇഞ്ചിയാണ്, ഇഞ്ചിയും വെളുത്തുള്ളി. ഇനി നമുക്ക് കുറച്ച് ചൂട് കാറ്റാത്ത കടിച്ചു കയറി മുണ്ടെന്തായത്. കുറച്ച് ഉപ്പിടാ, ഉപ്പ് അവന്റെ കാലിന്റെ ഇടയിൽ. ലുങ്കി കാരണം ഒന്നും കാണാൻ പറ്റേ. അല്ല ഉപ്പ്. ഓ അങ്ങനല്ല, ലുങ്കി ലുങ്കി ഇട്ടോണ്ടായിരുന്നു ആ വരഞ്ഞ് കാണാൻ മതിയാവും. ആത്മാർത്ഥത ഇല്ലാത്ത പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആക്ക്, കുഞ്ഞിന്നിളക്ക്. നിനക്കൊരു വലിയ തോട്ടയും കൂടെ വെച്ച് കെട്ടിത്തരാം. അവിടെ ഇങ്ങനെ നടുക്കോട്ടാക്ക്, സൈഡിലൊക്കെ ഇരിക്കണം. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇടാം. ഇനി നമുക്ക് കുറച്ച് മസാല ഇടാം. കുറച്ച് ഇത് കൊറിയാണ്ടർ, മുളക് പൊടി. ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം, അല്ലെങ്കിൽ എന്താ. കുറച്ച് മഞ്ഞപ്പൊടി. ഇനി ആക്കണം, മുത്തിയാക്കി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കൊടംപുളിയാണ്. വെള്ളത്തിൽ ഇട്ട് വെച്ച് കൊവുത്ത കൊടംപുളി ഒഴിക്കട്ടെ. നീ ഇവിടെ എടുത്തോണ്ട് പോകുന്നില്ല. നമ്മുടെ പ്രധാന ഐറ്റം തല. നല്ല ഫ്രഷ് തല. രാവിലെ വാങ്ങിച്ചപ്പോ ഫ്രഷ് ആയിരുന്നു. ഇങ്ങനെ നല്ല ഇതായിട്ട് വെച്ചിട്ട് അത് മുങ്ങാനുള്ള വെള്ളം പോലും ഇതിലില്ല. മുങ്ങിയെന്ന് കുറച്ച് നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് വേവിക്കാം. എടാ ചെറിയ കത്തി കൊണ്ട് ചെറിയ ഓട്ട ഇട്ട് വെക്കണോ? എന്തിനാ? ആ വലിയ ചതയല്ലേ, കുറച്ച് വേണ്ട, അത് പൊടിഞ്ഞു. ബീഫല്ല, അതിബുദ്ധി വേണ്ട.
നീ കൊള്ളാലോടാ 5 മിനിറ്റ് കൊണ്ടാണല്ലേ ഓന്തിന് പോലും സമയം കുറച്ച് ഒരു 2 സെക്കൻഡ് വേണം മാറായി. കുറച്ചുകൂടി കൂട്ടിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്. ഇനി നമുക്ക് പ്രോൺസ് ഉണ്ടാക്കാം. പ്രോൺസ് ഉണ്ടാക്കാൻ ഇവിടെ തീ കുറച്ചിട്ടോടാ. ടൈഗർ പ്രോൺസ് അല്ലേ? ടൈഗർ ടൈഗർ നമ്മൾ അവനെ വിളിക്കും, സ്നേഹത്തോട് വിളിക്കും. ടൈഗർ ഒരു പൂച്ച. ടൈഗർ ഗോ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ആദ്യം പൊരിച്ചെടുക്കാൻ വേണ്ടി. അരേ വാ ടൈഗർ കിടന്ന് നിൽക്കണം നോക്കാം. ടൈഗർ കാ ഹുക്കും. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കോരി മാറ്റിയിട്ട് ഇതിനൊരു ഗ്രേവി അടിക്കാം. റോസ്റ്റ് ആക്കാം. അങ്ങോട്ട് കൊണ്ടുതരാം. ഏതാ കണ്ണ് നിന്റെ കണ്ണ് കെട്ടിയത്. തെന്നിപ്പോവല്ലേ? തെന്നിപ്പോയാൽ കയ്യിൽ നിന്ന് പോകും. എടാ ഒന്ന് പീടാ, ഇത്തിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. പിടിച്ചോ പിടിച്ചോ അത് തേച്ചിക്കോ. പിടിച്ചോ പിടിച്ചോ. ഞാനിത് പിടിച്ചിട്ടുണ്ട്. വെന്തടാ കണ്ണിന് തുളങ്ങി. അയ്യോ കണ്ണു പോയി. ഓ കണ്ണീച്ചോരില്ലാത്ത പ്രവൃത്തിയല്ലേ ആ കാണിക്കുന്നത്. നോക്കിയാണ് ക്രൂരല്ലടാ. നീ തീ കുറച്ച് കൂട്ടി വെച്ചേ. ഓ ഇനി ക്രൂരത എന്തിന് സഹിക്കണം. എവിടെ കൂടെ ഒഴിക്കണം അതിൻ്റെ അത്? എല്ലായിടത്തും വേണ്ടേ നിനക്ക്? എടാ തലേ കൂടെ ആദ്യം ഒഴി. നിനക്ക് പുളിയും എരിയൊന്നും വേണ്ടേ? തലേ കൂടെ ഒഴി. ഐബോൾസ്. ഇതാണ് ഐബോൾ കാണിച്ചോളൂ. അയ്യോ അകത്തിട്ടു. ഐബോൾ ഉണ്ട്. ഹൈബോൾ എടുത്ത് അവിടെ പയ്യടാ. ഐബോളും ഒരു പ്ലാസ്മയും. അതിന്റെ മറ്റേ അരവിന്ദിനോട് ഇതാണ്. അയ്യോ പോയി. സോറി. അത് അങ്ങോട്ട് എടുത്ത് പോയി. ഞാൻ എടുത്ത് കളയല്ലേ? ഐബോൾ തിരിച്ച് ഐയിൽ തന്നെ അയക്കണം. എന്തുണ്ട് സർജന തിരിച്ച് കള്ള അത് കിട്ടാത്തോണ്ടൊരു സവാളയുടെ പീസ് എടുത്തിട്ട് സ്റ്റിച്ച് കൂടെ ഇട്. ആഹാ ടേസ്റ്റ് നോക്കടാ. ഒരു നാടൻ. കൊള്ളാം. കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീയാദിന്റെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. മണത്തിന് വലിയ വ്യത്യാസമില്ല, എന്നാലും എന്റെ കയ്യിൽ വേണ്ട. മീൻ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ കിടിലല്ല. ഇല്ല, അവൻ ടെസ്റ്റ് ചെയ്തു. നീ ടെസ്റ്റ് ചെയ്യും. പുളിയുടെ സ്മെല്ലുണ്ട്. അടക്കട്ടാ. ഇതിലൂടെ വെള്ളം ഒഴിച്ചാലോ? കൊള്ളാം കൊള്ളാം. ഇല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. വെള്ളം ഒഴിക്കണ്ട. കൊള്ളാം കഴിയണ്ട. ഞാനും കൂടെ കുറച്ച് കൊടുത്താൽ കൊള്ളാം കൊള്ളാം. ഇനി നമുക്ക് കൊഞ്ചിന് ഗ്രേവി ഉണ്ടാക്കാം. കുറച്ച് ഗ്രേവി, കൊഞ്ചൻ ഗ്രേവി, കുറച്ച് ഉള്ളി. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ചിഞ്ഞ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് 2 മിനിറ്റ് ഇങ്ങനെ അടച്ച് ഞാൻ ഇട്ടേക്കാം. ഓക്കെ. ആഹാ എന്ത് മണം. ആഹാ നല്ല മണം അല്ലേ? നല്ല സൂപ്പർ മണം. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മുടെ മീൻതല ഓൾമോസ്റ്റ് റെഡി ആയി. നീന്തല അടിപൊളിയായിട്ട് തലക്കറി അടിപൊളിയായിട്ട് സെറ്റ് ആക്കി. എനിക്ക് കുറച്ചുകൂടാ കുറച്ച് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കറിവേപ്പില. ഇതുപോലത്തെ സാധനമല്ല, കറിവേപ്പില. കറിവേപ്പില ഇടുക. ഈ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ഓഫ് ചെയ്തോ. ഇതിലൊഴിച്ച് ഇങ്ങനെ ഒഴിച്ച ഈ കറക്റ്റ്. ഓഫ് ചെയ്യണതിന് മുന്നേ മുന്നേ നല്ലടാ പറഞ്ഞത്. അപ്പൊ ഇതിപ്പോ ഇട്ടിട്ടല്ലേ മാറ്റി പറയുന്നു. ഉദ്ദേശിച്ച മുന്നേ മതി മതി ഇതല്ല. അടച്ചോ അടച്ചോ. എണ്ണ തന്നെയല്ല, വിനഗറി ഒന്നും അല്ലല്ലോ. ഈ എണ്ണ ഒഴിപ്പ് ഞാൻ എങ്കയോ പാത്തിരിക്കും. നൂഡിൽസിലാണ്. ശരി തന്നെ, ശരി. കൊളസ്ട്രോൾ. അതിനു വേണ്ടി ഞാൻ ജിമ്മിൽ പോണ്ടി വന്നു. എടാ നിന്റെ റൈറ്റ് സൈഡ് താഴോട്ട് പോകണം. നീ ഒന്ന് ചുമ്മാ അവൻ വെച്ചോളൂ. ഓക്കെ. നമ്മളിപ്പോ കുറച്ച് കൊഞ്ചിന്റെ കറി ഗ്രേവി എടുത്തിട്ട് പീസ്. ഓ പീസ് ഉണ്ടോ? ഓ എന്ത് പീസാണ്. നമ്മുടെ തലക്കറിയാണ് മെയിൻ ഡിഷ്. തലക്കറിയാണ് മെയിൻ കിട്ടുന്നത് കേട്ടോ, കൊഞ്ചല്ല. കുറച്ച് കപ്പയും എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കഴിച്ചാൽ അങ്ങോട്ട്. കൺസിസ്റ്റൻസി സൂപ്പർ സൂപ്പർ. ആഹാ നല്ല പീസ് അല്ലേ? നല്ല നല്ല സൂപ്പർ നല്ല മീൻ കേട്ടോ. തലക്കറി നിങ്ങൾ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കണ്ണ് കണ്ട ഇത്? കണ്ണ് നോക്ക്, കണ്ണ് നോക്ക്. കണ്ണ് ഒന്നൊന്നര കണ്ണ്. ഒന്നൊന്നര കണ്ണ്. അത് കാണാനില്ല. കണ്ണ് ഈ സൈഡിൽ എവിടെയോ ഉണ്ട്. കണ്ണതൊക്കെ നമ്മൾ കാണിക്കണ്ട. നമുക്ക് ഇവിടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. മറക്കുന്നുണ്ട്. അതെ, ഈയിടെയായിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണ്ടോ ചെക്ക് ചെയ്തോ. അപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ബൈ.